ഹലോ ഗൈസ്, എസ് കെ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ അണക്കാൻ പോകുന്ന ഒരു ഉണ്ണിയപ്പമാണ്. അമ്മയാണ് അണക്കാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം പറയാൻ എപ്പോഴും മറന്നു പോകും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതേ ഉണ്ണിയപ്പത്തിന് അണക്കുന്നതിനുള്ളതായിട്ട് ഞങ്ങളതേ അടുക്കളയിലോട്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ ഇത് കാണിച്ചത് ശരി. ഞങ്ങൾ ഇന്ന് ഇണക്കുന്നത് ഒരു 4 മണി പലഹാരമാണ്. അത് അരിമാവിൻ്റെ അരിപ്പൊടി കൊണ്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ് ഇണക്കുന്നത്. അത് ഒരു 400 ഗ്രാം അരിപ്പൊടി, ഒരു 300 ഗ്രാം ശർക്കര, പഴം ആവശ്യത്തിന് എടുക്കാനായിട്ട് ഒരു 1/2 കിലോ പഴം, തേങ്ങ വറുത്ത് ചേർക്കണം, തേങ്ങ നെയ്യിൽ വറുക്കണം, തേങ്ങയും എള്ളും, ഏലക്ക, ജീരകം, വെളിച്ചെണ്ണ, ഉപ്പ് ഇതെല്ലാം ചേർത്താണ് ഈ മാവ് കുഴച്ച് വെക്കണം. 4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉണ്ണിയപ്പാക്കി എടുക്കുന്നുള്ളൂ. ഇത് ഇണക്കാനുള്ള ശർക്കര അലിപ്പിക്കുകയാണ്. അത് ഒരു 300 ഗ്രാം ശർക്കര നമ്മൾ പാനിയാക്കുന്നുണ്ട്. പാനി തണുത്തതിൻ്റെ ശേഷമാണ് പൊടിയിലൊഴിച്ച് നമ്മളത് റെഡിയാക്കി വെക്കുന്നത്. നമ്മളിത് ഈ ശർക്കര പാനിയാക്കിയത് പൊടിയിലേക്ക് ഒഴിക്കുകയാണ്. അത് ഇനി മാവാക്കി കുഴച്ചെടുക്കാനാണ്. ഇനി ശർക്കരപ്പാനി ഒഴിച്ച് ഇനി ഇത് പഴം ചേർക്കണം. നാല് പഴം കൂടെ ഈ പൊടിയിലും പാനിയിലും കൂടെ ആക്കി കുഴച്ച് വെക്കാൻ പോവുകയാണ്. ഒരു 1/2 സ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കേട്ടോ. ഇനി ഇതുകൊണ്ട് നമ്മൾ ഇത് ചാലിച്ച് ഇത് ജോയിൻ്റാക്കി വെക്കും. എന്നിട്ട് 4 മണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മളിത് ഉണ്ണിയപ്പാക്കാൻ പോകുന്നത്. ഇത് നല്ലതുപോലെ ഉണ്ടാക്കണം. നമ്മൾ മിക്സിയിലല്ല അടിച്ച് ചേർക്കുന്നത്. നമ്മളിത് ഇതുകൊണ്ടാണ് നമ്മളിത് ഈ മാവ് കലക്കി വെക്കുന്നത്. നമ്മൾ 4 മണിക്കൂറായി ഈ മാവ് കലക്കി വെച്ചിട്ട്. അത് ഇപ്പോൾ പൊങ്ങിയിട്ടുണ്ട്. നമുക്ക് ഉണ്ണിയപ്പം ഇണക്കാനായിട്ടുള്ള രീതിയിൽ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നെയ്യിൽ തേങ്ങാക്കൊത്തും എള്ളും നെയ്യിൽ വറുത്തിട്ട് വേണം ഇതിലേക്ക് ആയിട്ട് ചൊരിഞ്ഞിടാൻ. എന്നിട്ട് വേണം നമുക്ക് ഈ ഉണ്ണിയപ്പം കുഴിയിലേക്ക് ഇണക്കാൻ. നമ്മളിത് നെയ്യൊഴിച്ചാണ് തേങ്ങാക്കൊത്തും എള്ളുമൊക്കെ വറുക്കണത്. അത് വറുക്കാനായിട്ട് പാത്രം വെച്ച് നെയ്യൊഴിച്ച് തേങ്ങാക്കൊത്തിടിയാണ്. ആ കൂട്ടത്തിൽ ഏലക്ക പൊടിച്ചതും കിടക്കട്ടെ. കലക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഇടാൻ പോവുകയാണ്. എള്ളിടട്ടെ. നമുക്ക് നെയ്യ് വേണ്ട. ഇതിലേക്ക് ഒരു വറുത്തത് വഴി നെയ്യിലേക്ക് ഇടുകയാണ്. നമ്മൾ ഇച്ചിരി നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറകെ എണ്ണ ഒഴിക്കണം. ചെറിയ കുഴിയാണ്. നമുക്കിപ്പോൾ ഒരാവശ്യത്തിന് മാത്രം ഉള്ളൊരു കുഴിയാണിത്. നമ്മൾ ഇണക്കാൻ പോകുന്ന ഉണ്ണിയപ്പത്തിൻ്റെ കുഴി ചെറുതാണ്. നമ്മൾ ചെറിയ രീതിയിലാണ് ഇപ്പോൾ ആദ്യം ഇണക്കുന്നത്.
മൂത്തിട്ടുണ്ട് ഒരു വശം. നമുക്കിത് മറിച്ച് വെക്കാം. ഇന്നലത്തെ പെട്ടെന്ന് മൂത്ത നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. നമ്മൾ എടുക്കുകയാണ്. മൂത്തിട്ടുണ്ട്. നമ്മൾ ഇത് ശ്രദ്ധിച്ച് ചെയ്യണം. എണ്ണയാണ് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ വീണാൽ കൊള്ളും. നമുക്ക് ഇനി ഒഴിക്കാം. അടുത്ത ട്രിപ്പ് ഒഴിക്കാം. നാല് മണിക്കൂർ ഈ മാവ് കുഴച്ച് വെച്ചത് കാരണം നല്ല പഞ്ഞിപ്പുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഉണ്ണിയപ്പം ഇണക്കുന്നത്. നല്ല സ്വാദും നല്ല ഒരു പഞ്ഞിപ്പൊക്കെയുള്ള ഒരു ഉണ്ണിയപ്പമാണ്.